നിലമ്പൂരിൽ NDAക്ക് വേണ്ടി BDJS ആണ് മത്സരരംഗത്തുള്ളത്. ശ്രീ ഗിരീഷ് മേക്കാട്ടാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നു. ഗിരീഷ് ചേട്ടാ, എങ്ങനെയാണ് 2016 ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വോട്ട് വിഹിതം നേടിയത് ഒരു ചരിത്രമാണ് അങ്ങയുടെ? ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സംഘടനാ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് അനുകൂലമാണ്. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് ഇത്തവണ NDAക്ക് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ തോന്നുന്നത്? ഒന്ന്, ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് LDFിൻ്റെ സ്ഥാനാർത്ഥി അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി. LDFും UDFും തമ്മിലൊരു ധാരണ ഉള്ളതുപോലെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മനസ്സിലാക്കും. ഒന്ന്, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായി നിലമ്പൂരിനെ അടക്കി വാണത്. ആ കുടുംബത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമാണ് നിലമ്പൂരിൻ്റെ ഈ അവികസിത പ്രശ്നത്തിന് കാരണമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. അതിനെ നേരിടാൻ പ്രാപ്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ഞങ്ങൾക്ക് തോന്നിയത് ബേപ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇവർ തമ്മിലുള്ള ഒരു ധാരണയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു ഡീലാണ്, സംശയമൊന്നുമില്ല. ആ ഡീല് തന്നെയാണ് LDF ഇവിടെ പുറകോട്ട് പോവുകയും, കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അതിശക്തനായ CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് UDFന് ജയിക്കാൻ പറ്റിയത്. അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. റിയാസിന്റെ ജയം ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ ഡീൽ നടത്തുകയാണെന്ന് സംശയമൊന്നുമില്ല, അത് സത്യമാണ്. അത് കോൺഗ്രസ്സുകാരും CPMമാരും തമ്മിലുള്ള ഒരു ധാരണയാണ്. നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ചർച്ചയായത് നിലമ്പൂരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമാവുകയും ഒരുപാട് പേർ വിമർശിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ടോ? തീർച്ചയായും അത് ചർച്ചയാവുമല്ലോ. നിലമ്പൂരിൻ്റെ ഒരു അവസ്ഥ, മലപ്പുറം ജില്ലയുടെ അവസ്ഥയാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് ഇവിടുത്തെ സർക്കാരിൻ്റെ സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യ നീതി വേണം. ആ സാമൂഹ്യ നീതി ഇവിടെ കിട്ടിയിട്ടില്ല. അത് ഇവിടുത്തെ സത്യാവസ്ഥയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതിൽ മറ്റേതെല്ലാം മേഖലയെടുത്ത് പരിശോധിച്ചാലും ആ തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം സത്യസന്ധമായിട്ടുള്ളതാണ്. അത് ഇന്നും ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം ഈ 3-ാം തീയതി ഇവിടെ വരുമ്പോൾ അടുത്ത ചർച്ചയ്ക്കും തിരികൊളുത്തു. പ്രതിഫലിക്കുകയും ചെയ്യും, ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിലമ്പൂരിന്റെ വികസന മുരടിപ്പ് മുന്നിൽ നിർത്തിയാണ് NDAയുടെ പ്രചരണം. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കിയതാണ്. അത് ഇത്തവണയും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.